നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു ഡാറ്റ സെറ്റിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഫൈൻ ട്യൂൺ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു പ്രീ ട്രെയിൻ മോഡൽ, ഓൾറെഡി ഉള്ള ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഉണ്ട്. ലാമ, അതുപോലെ തന്നെ ക്വൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഈ വലിയ മോഡലുകളിൽ നമ്മുടെ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഒരു ചെറിയ മോഡൽ ക്രിയേറ്റ് ചെയ്യും, രണ്ടും കൂടി മെർജ് ചെയ്ത് നമുക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ക്വാണ്ടൈസ് ചെയ്ത് ചെറിയൊരു മോഡലാക്കി മാറ്റും. അഥവാ 12 GB ഉള്ള ഒരു മോഡൽ ആണെങ്കിൽ അതിനെ ചെറുതാക്കി ഒരു 4 GB ആക്കും. ഇവിടെ ആണെങ്കിൽ 2 GB ഉള്ള ഒരു മോഡൽ ആണെങ്കിൽ അതിന് ചെറുതാക്കി ഒരു 600 MB മോഡൽ ആക്കും. അതിനെ നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയും. അതിൽ ഒരുപാട് നമ്പേഴ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അതിനെ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ ചെയ്തിട്ട് അതിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യും. റാഗ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരിക, ഏത് ടൈപ്പ് ഡാറ്റ സെറ്റ്, എങ്ങനെ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സൽ ഫയൽ തുറന്ന് അതിനകത്ത് 2 കോളം, ഒന്ന് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്. അതിനുശേഷം അതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അത് നമ്മൾ ഇവിടെ എഴുതണം 2 കോളായിട്ട്. ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് റോബോട്ട് ആണെങ്കിൽ അതിന്റെ അഗ്രികൾച്ചർ, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വിളവിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ അതിന്റെ ആൻസേഴ്സ്. ഇപ്പൊ മോഡൽ ഇത് ലേൺ ചെയ്ത് പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ അല്ലാത്ത കുറച്ച് സ്പിൻ ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുമ്പോൾ അത് മോഡൽ ലേൺ ചെയ്യാണ്. അതുപോലെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ബോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ പെയർ. ഇതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂണിംഗ് എന്ന് പറയും. ഇത് ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂണിംഗ് ഡാറ്റ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂണിംഗ് ആണ്. അപ്പൊ ആദ്യം ചെയ്യുന്നത് ലൈബ്രറീസ് ഇൻസ്റ്റലേഷൻ ആണ്. ആക്സിലറേറ്റ്, പാരാമെട്രിക് എഫിഷ്യന്റ് ഫൈൻ ട്യൂണിംഗ്. ആക്സിലറേറ്റ് മോഡൽ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, GPU യൂസ് ചെയ്യുന്നതുകൊണ്ട്. PFT ബേസിക്കലി ഫൈൻ ട്യൂണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറിയാണ്. ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ, അവയർ ഫൈൻ ട്യൂണിംഗ് ആണ്. അപ്പോൾ ഈ മോഡൽ ഫൈൻ ട്യൂണിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ബേസിക്കലി പ്രിസിഷൻ ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്, ഫോർ ബിറ്റ് ക്വാണ്ടൈസേഷൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഇതിന് പോസ്റ്റ് ട്രെയിനിങ് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ട്രാൻസ്ഫോമേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ലൈബ്രറി. ഇതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൈബ്രറിയാണ് ലാമ CPP പൈത്തൺ. ഇത് ക്വാണ്ടൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പോസ്റ്റ് ട്രെയിനിങ് ക്വാണ്ടൈസേഷൻ, അതായത് മോഡലിനെ നല്ലോണം ചെറുതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതൊക്കെ ഇമ്പോർട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഡാറ്റ സെറ്റ് ആണ്. അത് ഡാറ്റ സെറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടന്റ് ക്ലിക്ക് ചെയ്യാം, 3 ഡോട്ടിൽ ക്ലിക്ക് ഓൺ അപ്ലോഡ്. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ആവും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഡൗൺലോഡ് ആവും. നമുക്ക് അതിന് ആദ്യം XLSX ന്ന് CSV കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി CSV കൺവേർട്ട് ചെയ്താണെങ്കിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇത് CSV കൺവേർട്ട് ചെയ്തു. നമുക്ക് ആ ഡാറ്റ സെറ്റ് ഇവിടെ കാണാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ ബിലോ ഇസ് എ ഹ്യൂമൻ ഇൻപുട്ട് റൈറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ബേസ്ഡ് ഓൺ ദി ഇൻപുട്ട്. ഇതാണ് സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സിസ്റ്റം പ്രോംപ്റ്റ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് റെസ്പോൺസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് പ്രോംപ്റ്റ്. അപ്പോൾ ഇത് റൺ ചെയ്യാം. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, മോഡൽ ഡെഫിനിഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന മോഡൽ അഥവാ പ്രീ ട്രെയിൻഡ് മോഡൽ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പ്രീ ട്രെയിൻഡ് മോഡലാണ്. ലാമ 3.2 1 ബില്യൺ ഇൻസ്ട്രക്ട് മോഡലാണ്. അതിവിടെ ഹഗിങ് ഫേസിൽ പോയാൽ നമുക്ക് കാണാം. അപ്പൊ ഈ മോഡൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ മോഡൽ. ഇത് അതിന്റെ ടോക്കണൈസർ ആണ്. ടോക്കണൈസർ എന്ന് പറയുന്നത് നമ്മുടെ കൊടുക്കുന്ന വേർഡിനെ ബേസിക്കലി നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ടോക്കണൈസർ ചെയ്യുന്നത്. കാരണം മെഷീൻ ഡസന്റ് അണ്ടർസ്റ്റാൻഡ് വേർഡ്സ്, അതിനെ നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. വലിയൊരു സെന്റൻസ്, ഫോർ എക്സാമ്പിൾ ഐ ആം ഗോയിങ് ഫോർ എ വാക്ക് എന്നുള്ള സെന്റൻസ് ആണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ വേർഡ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. അതിനെ വേർഡ് ലെവൽ ടോക്കണൈസേഷൻ എന്ന് പറയും. അതായത് ഐ ആം എന്നുള്ളതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ വേർഡ്സ് ആയിട്ട് അതിനെ നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. അതുപോലെ അതിനൊരു ഐഡിയും അസൈൻ ചെയ്യും. അപ്പൊ അതാണ് ടോക്കണൈസർ ചെയ്യുന്നത്. ആ നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് പിന്നെ വെക്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യും, എംബഡിങ് വെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒബ്വിയസ്ലി വെക്ടേഴ്സ് ആണ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊജക്ഷൻസ് ഉണ്ട്, അറ്റൻഷൻ പ്രൊജക്ഷനും അതുപോലെ അപ്പ് ഡൗൺ ഗേറ്റ് പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷൻസ് ഒക്കെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഈ പ്രൊജക്ഷൻ ബേസിക്കലി ഹയർ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. ഒരു ടെക്സ്റ്റിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഐ ലവ് ദോശ എന്നുള്ള എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ദോശ എന്ന് പറയുന്നത് ഒരു ഫുഡാണ്.
അതുപോലെ അതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വളരെ ഡെപ്തിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഈ ലെയേഴ്സുകൾ ചെയ്യുന്നത്. അപ്പൊ ഇതും വെക്ടേഴ്സ് ആണ്, നമ്പേഴ്സ് ആണ് ഒബ്വിയസ്ലി. അപ്പൊ ഇത് ഈ ലെയേഴ്സുകളിലാണ് ഞാൻ പറഞ്ഞ പോലെ ഹയർ ഡൈമെൻഷണൽ എക്സ്ട്രാക്ഷൻ നടക്കുക. അറ്റൻഷൻ ലെയർ ബേസിക്കലി നമ്മുടെ സെൽഫ് അറ്റൻഷൻ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെയും ഫീച്ചർ എക്സ്ട്രാക്ഷൻ തന്നെയാണ് നടക്കുന്നത് ഇൻ എ വേ. അപ്പം നമ്മുടെ മോഡൽ ഇതാണ്. പിന്നെ നമ്മുടെ പുതിയ മോഡൽ ഇപ്പൊ ഡിഫൈൻ ചെയ്തു. പിന്നെ ലോറാഡ് പാരാമീറ്റേഴ്സുകളാണ്, അതായത് ലോ റാങ്ക് അഡാപ്റ്റേഷൻ എന്ന് പറയും. ലോ റാങ്ക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ വലിയൊരു മെട്രിക്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇമാജിൻ ലാർജ് മെട്രിക്സ്. അപ്പം നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ തന്നെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയൊരു മെട്രിക്സ് ഉണ്ട്, എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഓരോ വേർഡ്സും നമ്പേഴ്സ് കൺവേർട്ട് ചെയ്യും, അതിനെ വെക്ടേഴ്സ് ആയി സ്റ്റോർ ചെയ്യും. സോ 1 2 3 4 5 6 7 8 9. ഓക്കെ. അപ്പൊ ഈ മെട്രിക്സിനെ നമുക്ക് സ്മോളർ മെട്രിക്സ് ആക്കി മാറ്റാൻ പറ്റും, ബി ആൻഡ് സി. സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു അതർ മെട്രിക്സ് കൺസിഡർ ചെയ്യാം. അതായത് വലിയൊരു മെട്രിക്സിനെ സ്മോൾ ട്രെയിനബിൾ മെട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ലോറ ചെയ്യുന്നത്. അതുവഴി നമുക്ക് കമ്പ്യൂട്ടേഷനിൽ എക്സ്പെൻസീവ്നെസ് കുറക്കാം. ഇപ്പോൾ ഒരു വളരെ സിംപ്ലിഫൈ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മെട്രിക്സ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് വരും, 2 4 6 ആൻഡ് വി ഹാവ് 8 16 ആൻഡ് 24 ആൻഡ് 1 2 3. ഇത് ഓ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഓ മെട്രിക്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇത് കോളം 2 ആണ്. അപ്പൊ C2 മൈനസ് 4C1 എന്ന് പറയുന്നത് 4 മൾട്ടിപ്ലൈഡ് ബൈ C1 എന്ന് പറയുന്നത് എന്താ? 2 4 6. 8 മൈനസ് 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്, അത് 0 ആണ്. 16 മൈനസ് 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 മൈനസ് 16 0 ആണ്. 24 മൈനസ് 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 0 ആണ്. 1 2 3. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇല്ലാത്ത, അതായത് ഒരു റോയോ ഒരു കോളമോ കംപ്ലീറ്റ് 0 ആണെങ്കിൽ അതല്ലാത്ത കോളത്തിന്റെ നമ്പേഴ്സ് ആണ്. അപ്പോൾ പെർ ഡെഫിനിഷൻ നമ്പർ ഓഫ് റോസ് ഓർ കോളംസ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി നോൺ സീറോസ്. അപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം 0 ആണ്, ബാക്കിയൊന്നും 0 അല്ല. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ റാങ്ക് 2 ആണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് 3 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് റാങ്ക് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ റാങ്ക് റെഡ്യൂസ് ചെയ്ത വഴി നമ്മൾ കമ്പ്യൂട്ടേഷൻ ഇത് വേറൊരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോസ് ഒക്കെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ റാങ്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ലോ റാങ്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു അഡാപ്റ്റേഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും, ദാറ്റ് വി കോൾ ആസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ലെയേഴ്സുകളിലുള്ള മെട്രിക്സ് വെച്ചിട്ട് തന്നെയാണ് അഡാപ്റ്റേഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അറ്റൻഷൻ ലെയേഴ്സുകൾ, ഫീഡ് ഫോർവേഡ് ലെയേഴ്സ്, ഈ രണ്ട് ലെയേഴ്സിലെ പ്രൊജക്ഷൻ ലെയേഴ്സുകളിലെ മെട്രിക്സ് വഴിയാണ് നമ്മൾ അഡാപ്റ്റേഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയും. നമ്മൾ ഒറിജിനൽ മോഡൽ, ഇപ്പൊ നമ്മുടെ ഒറിജിനൽ മോഡൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒറിജിനൽ മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ എടുത്താൽ ഇതിന്റെ സൈസ് ഏകദേശം 2.47 GB ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡബ്ല്യു. ഇനി നമ്മൾ ട്രെയിൻ ചെയ്ത് റെഡി ആവുന്ന മോഡൽ, ഇത് നമ്മുടെ ഡാറ്റ സെറ്റിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മോഡലാണ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് നമ്മുടെ ഫൈനൽ ഡബ്ല്യു എന്ന് പറയുന്നത്. ഇതാണ് ഫൈനൽ മോഡൽ. അപ്പോൾ ഇത് മെർജിങ് ആണ്, ഇത് അഡീഷൻ അല്ല, മെർജിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ കുറിച്ച് ഇനിയും സംസാരിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ലോ റാങ്ക് അഡാപ്റ്റേഷൻ. സോ കൺസെപ്ച്വലി ഇതിനകത്ത് നടക്കുന്നൊക്കെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോ റാങ്ക് അഡാപ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ കുറെ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയബിളിനെ റിമൂവ് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അതിന് 0 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പല ഫീച്ചേഴ്സുകളും റാൻഡം ആവും, അതായത് കൈൻഡ് ഓഫ് നോൺ റിലേറ്റഡ് ആവും. അപ്പോൾ കൂടുതൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും ലെസ് കമ്പ്യൂട്ടേഷനിൽ. അപ്പോൾ ഇതാണ് ലോ റാങ്ക് അഡാപ്റ്റേഷന്റെ കൺസെപ്റ്റ്. അതായത് വലിയ മെട്രിക്സിനെ സ്മോളർ ട്രെയിനബിൾ മെട്രിക്സ് ആക്കുക ബൈ റിഡ്യൂസിങ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ വലിയ മെട്രിക്സിനെ സ്മോൾ ട്രെയിനബിൾ മെട്രിക്സ് ആക്കുക ബൈ റിഡ്യൂസിങ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്, ക്രിയേറ്റിംഗ് ആൻ അഡാപ്റ്റർ വെയിറ്റ് ക്രിയേറ്റ് ചെയ്യാം ഡെൽറ്റ ഡബ്ല്യു. ഇത് ഒറിജിനൽ വെയിറ്റുമായിട്ട് 2.4 GB വെയിറ്റ് ട്രെയിൻഡ് മോഡൽ വെയിറ്റുമായിട്ട് മെർജ് ചെയ്യുക, വിൽ ഗെറ്റ് ഫൈനൽ വെയിറ്റ്. ദിസ് ഇസ് വി കോൾഡ് ആസ് ലോ റാങ്ക് അഡാപ്റ്റേഷൻ. ഇനി ക്യൂ ലോറ എന്ന് പറയുന്ന ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിസിഷൻ 4 ബിറ്റ് ആണെങ്കിൽ
അപ്പം 4 ബിറ്റ് എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ 0 0 0 0. അപ്പം ഇതാണ് നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻ, സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം 4 ബിറ്റ് ആയിട്ട് നമ്മൾ പ്രിസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദി മിനിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും കോംപ്ലക്സിറ്റി. ഓക്കെ, സോ വി ക്യാൻ ഹെഡ് ബാക്ക് ടു അവർ നോട്ട്ബുക്ക്. അപ്പോൾ ലോറ ലെയേഴ്സിന്റെ വേരിയബിൾസ് ആണ് ഇത്. ബേസിക്കലി കോൾഡ് ആസ് ഹൈപ്പർ പാരാമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് വേരിയബിൾസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 ബിറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ് 4 ബിറ്റ് കമ്പ്യൂട്ടർ ടൈപ്പ് ഫ്ലോട്ട് 16 ആണ്. ആൻഡ് വി സേവ് ദ മോഡൽ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് 20 ട്രെയിനിങ് എപ്പോക്സ് ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ റോസ് എന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിൽ 22 റോസ്. ഈ ഹെഡിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ 22 റോസ് ഉണ്ട് നമുക്ക്. അപ്പൊ 22 റോസ്. ഇവിടെ നമ്മൾ ഒരു GPയിൽ കൊടുക്കുന്നത് ഒരു ബാച്ച് ആണ്. അപ്പൊ ഒരു ബാച്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മൾട്ടിപ്ലൈഡ് ബൈ 20 ആണ് നമ്മുടെ ടോട്ടൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അറൌണ്ട് 440 വരും സ്റ്റെപ്സുകൾ. അപ്പൊ ഇതാണ് നമ്മൾ ഒരു പെർ ഡിവൈസ് ട്രെയിൻ ബാച്ച് സൈസ് 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി കുറച്ച് പാരാമീറ്റേഴ്സിന്റെ ലേണിംഗ് റേറ്റ്, എത്രത്തോളം സ്പീഡിൽ ലേണിംഗ് ചെയ്യുന്നത്, ഗ്രേഡിയൻ നോർമലൈസേഷൻ, ഗ്രേഡിയൻ ക്ലിപ്പിംഗിന്റെ വാല്യൂ. അപ്പോൾ ഗ്രേഡിയൻ ക്ലിപ്പിങ്ങിനെ കുറിച്ച് നമ്മുടെ വീഡിയോ ഉണ്ട്. എന്തിനാണ് ഗ്രേഡിയൻ ക്ലിപ്പ് ചെയ്യുന്നത്, അതുവഴി എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ADAM-W ഒപ്റ്റിമൈസേഷനെ കുറിച്ചിട്ടും, അതുപോലെ മൂവ്മെന്റ് കൺസെപ്റ്റ്സുകൾ ലൈക്ക് വേരിയൻസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആവറേജ് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ADAM-W ഒപ്റ്റിമൈസേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് ട്രെയിനിങ് ടൈമിൽ ഉണ്ടാവുന്ന ഈ ഗ്രേഡിയന്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് കറക്റ്റ് ആയിട്ട് ലേൺ ചെയ്യണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. ഇതിന്റെ ഒരു വീഡിയോ തന്നെ നമ്മളുണ്ട്, ഞാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. നമ്മൾ സേവ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനിവിടെ മാക്സിമം ലെങ്ത് ഒന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. GPU ആണ്, ഓട്ടോ ആണ് സെറ്റ് ചെയ്തത്. സോ അതൊക്കെ അതാണ്. ദെൻ നമ്മുടെ ആക്ച്വൽ മോഡൽ ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം മോഡലിനെ ലോഡ് ചെയ്യുന്നു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബിറ്റ്സ് ആൻഡ് ബൈറ്റ് കോൺഫിഗറേഷൻ, അതായത് നമ്മൾ ക്വാണ്ടൈസേഷൻ അവെയർ ഫൈൻ ട്യൂണിങ് ആണ് ചെയ്യുന്നത്. അതായത് ഫൈൻ ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്വാണ്ടൈസേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ GPU കമ്പാറ്റബിലിറ്റി, മോഡൽ ലോഡ് ചെയ്യുന്നു, ടോക്കണൈസർ ലോഡ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഫോർമാറ്റ് ചെയ്യുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പെയറുകളിലേക്ക്, ടിപ്പിക്കൽ ഫോർമാറ്റിലേക്ക് ഫോർമാറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പാരാമെട്രിക് എഫിഷ്യന്റ് ഫൈൻ ട്യൂണിങ്, അതായത് നമ്മൾ ലോറ ആണ്. അപ്പോൾ ലോറ കോൺഫിഗറേഷൻസ് ലോഡ് ചെയ്യുന്നു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ കാണാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മൊഡ്യൂൾസ്: Q പ്രൊജക്ഷൻ, K പ്രൊജക്ഷൻ, V പ്രൊജക്ഷൻ, ഔട്ട്പുട്ട് പ്രൊജക്ഷൻ, ഗേറ്റ് അപ്പ് ആൻഡ് ഡൗൺ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ലേയേഴ്സുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ക്വയറി കീ വാല്യൂവിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, സെൽഫ് അറ്റൻഷൻ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്വയറി, എന്താണ് കീ, എന്താണ് വാല്യൂ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൊജക്ഷനെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇൻ എ വേ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ, നത്തിങ് എൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആർഗ്യുമെന്റ്സ് തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇവിടെ ട്രെയിനിങ് തുടങ്ങാം. ആദ്യം തന്നെ അത് ചെയ്യുന്നത് ഈ മോഡൽ ഡൗൺലോഡ് ചെയ്യാൻ, പ്രീ ട്രെയിൻ മോഡൽ ഡൗൺലോഡ് ചെയ്യും. ഈ മോഡൽ 2.47 GB മോഡൽ ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം ഇവിടെ ട്രെയിനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടോട്ടൽ സ്റ്റെപ്സ് 440. അതിന് കാരണം നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ 20 ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രെയിനിങ് എപ്പോക്സ്. പെർ ഡിവൈസ് ബാച്ച് സൈസ് 1 ആണ്. അതുകൊണ്ട് തന്നെ 20 മൾട്ടിപ്ലൈ ബൈ 22 റോസ്, ദാറ്റ്സ് 440 സ്റ്റെപ്സ്. ഇവിടെ നമ്മൾ സ്റ്റെപ്പും പിന്നെ ഇവിടെ ലോസ് കുറഞ്ഞു വരാം. അതിനർത്ഥം മോഡൽ ലേൺ ചെയ്യാണ് ത്രൂ ബാക്ക് പ്രൊപ്പഗേഷൻ. എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ കോഴ്സിൽ തന്നെ ഉണ്ട്. ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണ് ലെയേഴ്സുകൾ, പ്രൊജക്ഷൻ ലെയേഴ്സുകൾ എന്താണ് ലോ റാങ്ക് അഡാപ്റ്റേഷന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ നൗ വി ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. ദ ട്രെയിനിങ് ലോസ് ഇവിടെ
കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ട്രെയിനിങ് ക്ലോസസ്റ്റ് ടു സീറോ ആണ് നമുക്ക് വേണ്ടത്, അതിന്റെ ലോസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ടൈമിൽ. ഇവിടെ നമുക്ക് we can say that it is training in a way. ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എ ട്രെയിനിങ് തന്നെയാണ്, ബട്ട് ജനറലി നമ്മൾ ഫൈൻ ട്യൂണിംഗ് തന്നെ പറഞ്ഞ് ശീലിക്കാം ട്രെയിനിങ് ലോസിനെക്കാളും. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ട്രെയിനിങ് ദ മോഡൽ ടു ക്രിയേറ്റ് an adapter model. ഈ കൊളാബ് നോട്ട്ബുക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കോഴ്സിൽ, കണ്ടന്റിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊളാബ് നോട്ട്ബുക്ക് ഉണ്ടാവുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ ഡാറ്റ സെറ്റും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ റൺ ചെയ്യണം. റൺ ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, റൺ ആവും. സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് വരും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ട്രെയിനിങ് ഐ തിങ്ക് കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ റിസൾട്ടിംഗ് മോഡൽ അഥവാ ഡെൽറ്റ ഡബ്ല്യു ലാമ 3.2 ഫൈൻ ട്യൂൺഡ്. ഇതിനകത്തൊരു അഡാപ്റ്റർ മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ഡെൽറ്റ ഡബ്ല്യു ആണ്. അത് യൂസിങ് ദീസ് പ്രൊജക്ഷൻ ലെയേഴ്സ്. ഈ മോഡലിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷൻ ലെയേഴ്സ് വെച്ചിട്ട് ആണ് ഈ പറഞ്ഞ കെ ക്യു വി ഒ അപ്പ് ഗേ ഡൗൺ അത് നമ്മൾ ഇവിടെ ടാർഗറ്റ് മൊഡ്യൂൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഡബ്ല്യു ക്രിയേറ്റ് ചെയ്തു. ഇനി ഡബ്ല്യുമായിട്ട് അത് മെർജ് ചെയ്യണം, അഥവാ ഒറിജിനൽ മോഡലുമായിട്ട് 2.47 GB ഒറിജിനൽ മോഡലുമായിട്ട് മെർജ് ചെയ്യണം. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡയറക്ട്ലി. നമുക്കിവിടെ ഡയറക്ട്ലി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് മോഡൽ പെർഫോമൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സിംപ്ലിഫൈ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് നദി. അപ്പം നദി എന്നുള്ളത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്, നമ്മുടെ ഡാറ്റ സെറ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് നദി. So Nadi is an offline large language based AI PC application designed for education, eliminating the need for perfect ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്ട് ഈസ് നദിക്ക് പകരം വാട്ട് ആർ ദ നമുക്കൊരു സ്പിൻ ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ഇറ്റ്സ് യൂസസ് എന്ന് ചോദിക്കാം. നദി എന്നുള്ളത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ മോഡൽ ഇതിൽ ഏൺ ചെയ്തോ നമുക്കറിയണമല്ലോ. അപ്പോൾ നമ്മൾ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നത്തിങ് റിലേറ്റഡ് ടു നദി. സോ നദി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നദീസ് AI models fine tuned on massive custom curated coding data set. It can be used to answer general AI question, provide code snippet and offer guidance on coding basis and error analysis. So this is important. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾക്ക് വലിയൊരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ വലിയൊരു ഡാറ്റ സെറ്റ് ലൈക്ക് 100,000 റോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫൈൻ ട്യൂണിങ് തന്നെ ചെയ്യാം. റാഗ് അപ്ലൈ ചെയ്യരുത്, റാഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. അപ്പൊ റാഗിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ റാഗ് ഒരുപാട് വലിയ ഡാറ്റ സെറ്റ് ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മോഡൽ മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ മെർജിങ് എന്ന് പറയുന്നത് ഡബ്ല്യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്, അഥവാ ഒറിജിനൽ മോഡൽ. നമ്മുടെ ഈ ഒറിജിനൽ മോഡൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ പ്രീ ട്രെയിൻ മോഡല് ഈ പറഞ്ഞ മോഡലുമായിട്ട് നമ്മൾ മെർജ് ചെയ്യും, അഡാപ്റ്റർ മോഡലുമായിട്ട് മെർജ് ചെയ്യും. അപ്പോൾ ഡബ്ല്യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ മോഡൽ ഇവിടെ ലോഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇതാണ് ബേസ് മോഡൽ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് ന്യൂ മോഡലുമായിട്ട് മെർജ് ചെയ്യുന്നു. അത് മെർജ് ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡബ്ല്യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. നമ്മൾ ഫൈനൽ വെയ്റ്റ്സ് ന്യൂ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒറിജിനൽ ബേസ് മോഡൽ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ന്യൂ മോഡൽ എന്ന് പറയുന്നത് ഈ മോഡലാണ്, ഇതും ആയിട്ട് കമ്പൈൻ ചെയ്ത് മെർജ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂല് സൈസ് കുറഞ്ഞിട്ട് കാണാം. 2.4 എന്ന് പറഞ്ഞാൽ 2.3 ആണ്, കാരണം അത് അഡീഷൻ അല്ല, മെർജിങ് ആണ്. പിന്നെ നമുക്ക് ടോക്കണൈസർ ഒക്കെ അവിടെ സേവ് ചെയ്യണം, കാരണം ഫൈൻ ട്യൂണിങ്ങിൽ ടോക്കണൈസർ ഫൈൻ ട്യൂൺ ചെയ്യുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്, ടോക്കണൈസർ ഒരിക്കലും ഫൈൻ ട്യൂൺ ആവുന്നില്ല.
എന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഹഗ്ഗിങ് ഫേസ് വെച്ചിട്ടും ഇൻഫറൻസ് ചെയ്യാം. നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ആർ ദി കരിക്കുലം? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മോഡലുമായിട്ട്. അപ്പം എങ്ങനെയുണ്ട് അതിന്റെ റെസ്പോൺസ് നമുക്കറിയാം. അപ്പൊ മോഡൽ ലോഡ് ചെയ്യാണ്. നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ നോക്കണം. കാരണം GPU സൈസ് നന്നായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. lecture notes, video diagrams, and Google Colab notebooks with accompanying code covering various topics in AI and computer science. It also features real-world project examples and case studies to illustrate practical applications. Additionally, there are lecture slides and handouts available on it. This comprehensive learning process is based on to cover solid foundation in AI and computer science concepts. Perfect. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനെ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും ആസ് എൻ API. അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ക്വാണ്ടൈസേഷൻ ഉണ്ട്, ഡിപ്ലോയ്മെന്റ് ഉണ്ട്, അതുപോലെ റാഗും നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോ നമുക്ക് ഡിപ്ലോയ്മെന്റിന്റെ കാര്യം ഒന്ന് നോക്കാം. ഇപ്പൊ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു API ആയിട്ട് ഡിപ്ലോയ് ചെയ്യാണ് മോഡല്. അങ്ങനെ ആവുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ലെവലിൽ അത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ആക്സസ് ചെയ്യാം. അപ്പം OpenAIയുടെ ChatGPTന്റെ API ആക്സസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കമ്പനീസിനും ഒരു API ക്രിയേറ്റ് ചെയ്യണം. സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മോഡലിനെ നമുക്ക് ഫുൾ ആയിട്ട് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പറഞ്ഞ VLLM യൂസ് ചെയ്തിട്ടും നമുക്ക് ഹേസ്റ്റാക്ക് AI യൂസ് ചെയ്ത് 2 ലൈബ്രറീസ് ആണ്. ഇത് 2 യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇഫ് യു കണക്റ്റഡ് ടു ലൈക്ക് ഒരു EC2 ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഡിപ്ലോയ് ചെയ്യാം. അല്ലെങ്കിൽ അതർ വെർച്വൽ മെഷീൻ ആണെങ്കിലോ സെർവർ ആണെങ്കിലോ നമുക്ക് അത് ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവട്ടെ. നിങ്ങൾക്ക് ഇതിനോട് തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഫ്ലാസ്കോ, യൂണിക്കോണോ, എൻജിനെക്സ് ഒക്കെ വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. എക്സ്പേർട്ട് ഇൻ ഇറ്റ്. ഈസി ആയിട്ട് നമുക്കൊരു WSU സെർവർ യൂസ് ചെയ്ത് നമുക്ക് എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോർട്ടുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്, ഇൻ കേസ് എററൊക്കെ വരികയാണെങ്കിൽ. തൽക്കാലത്തൊക്കെ നമുക്ക് ഇത് കമന്റ് ഔട്ട് ചെയ്യാം. വി ഡോണ്ട് നീഡ് ദാറ്റ് റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാം തൽക്കാലം. റീസ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തേക്കാം. കാരണം ഈ GPU നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് റൺ ചെയ്യാം. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ചെയ്യുന്നത് 8000-ലാണ്. പോർട്ട് ഓപ്പൺ ആവുന്നത് 8000 ആണ് വിത്ത് V1 ആസ് റൂട്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് നോഹബ് വെച്ചിട്ട് ഇത് റൺ ചെയ്യണം. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ VLLM. അപ്പോൾ നമുക്ക് എപ്പോഴും ലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തോളൂ. അതിനുശേഷം നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഇവിടെയാണ് മെയിൻലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെർവർ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യേണ്ട സ്ക്രിപ്റ്റ് ഇവിടെ എഴുതി, പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റ്. നമ്മുടെ മോഡൽ അത്ര വലിപ്പമുള്ള മോഡലല്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു മോഡലാണ്. അത് പക്ഷേ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാമ 3.2 1 ബില്യൺ പാരാമീറ്റർ മോഡലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫൈൻ ട്യൂൺ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം ആയിട്ടേ ഉള്ളൂ മോഡൽ വന്നിട്ട് പോലും.
അപ്പോൾ നമ്മളെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. ഇതിന് ഒരു പ്രത്യേകത പറയുന്നത് നമുക്ക് പുതിയ മോഡൽ വന്നാലും വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഈ കോഡിൽ വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. പലപ്പോൾ ചേഞ്ച് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഈ ട്രെയിനിങ് സ്ക്രിപ്റ്റിൽ ഇവിടെ ടാർഗറ്റ് മൊഡ്യൂൾസുകൾ ചിലപ്പോൾ മാറും. അത് നമ്മുടെ ഒറിജിനൽ മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ മതി. ദെൻ ഇപ്പൊ ഇവിടെ നമ്മുടെ സെർവർ ഫയർ ആയി. ഇനി നമുക്കൊരു ജനറേറ്റർ ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഇത് ഓപ്പൺ AI കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ജനറേറ്റർ ആണ്. നമുക്ക് ഇതിനെയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻസർ പെയർ ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാവുന്നത്. ഇനി നമുക്കിവിടെ ഡയറക്റ്റ്ലി ഇതുമായിട്ട് ചാറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൂ ഈസ് നന്ദകിഷോർ. ഇവിടെ ചിലപ്പോൾ ഇതൊരു മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇത് അതിലില്ലാത്തൊരു ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ട ആൻസർ എന്നല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം? ദിസ് ഇസ് ദ പ്രോബ്ലം. ഇവിടെ നമ്മളൊരു ഹാലുസിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നു. ഈ പ്രശ്നം എങ്ങനെ നമുക്ക് പരിഹരിക്കാം? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ മോഡൽ ഒന്ന് ചെറുതാക്കണം. നമുക്ക് ഒരുപാട് GB RAM ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ മോഡൽ ഒന്ന് ചെറുതാക്കി മാറ്റണം. ഇപ്പോൾ ഉള്ള സൈസ് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 2.3 GB ഉണ്ട്. നമുക്ക് ഇതിന്റെ സൈസ് ചെറുതാക്കണം. അതിനാണ് നമ്മൾ ക്വാണ്ടിറ്റൈസേഷൻ ചെയ്യുക. അപ്പോൾ അതിനാദ്യം നമ്മുടെ ഈ ലാമ CPP എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ബേസിക്കലി ക്ലോൺ ചെയ്യുക. ഇത് C++ലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ മേക്ക് ചെയ്യണം ഓർ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ് മേ ടേക്ക് സം ടൈം ടു ബിൽഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ മോഡലിനാണ്, ഫൈനൽ വെയ്റ്റ്സ് ന്യൂവിന് F16 അതർ ഫ്ലോട്ടിംഗ് പോയിന്റ് 16 പ്രിസിഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് GGF ഫോമാറ്റിൽ. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ലെയേഴ്സിനൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് കൺവേർഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതാ ഈ മോഡൽ ഇങ്ങനെ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സിമിലർ സൈസ് തന്നെ ആയിരിക്കും, 2.4 GB അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അറൗണ്ട് കംപ്ലീഷൻ ആയി. ഗ്രേറ്റ്. അപ്പൊ നമ്മൾ ഈ എത്രയാണോ നമ്മുടെ ഈ മോഡൽ സൈസ് ഉള്ളത് അത് അതേപോലെ 2.3 അറൗണ്ട് 2.31 GB. സോ മച്ച് ഓഫ് ഡിഫറൻസ് ഇല്ല. ഇനിയാണ് ക്വാണ്ടിറ്റൈസേഷൻ ചെയ്യുന്നത്. ക്വാണ്ടിറ്റൈസേഷൻ ഇവിടെ ചെയ്യുന്നത് 4-bit ആണ്. Q4KM ക്വാണ്ടിറ്റൈസേഷൻ ആണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മോഡലിന്റെ സൈസ് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നത് കാണാം. ഓരോ ലെയർ കഴിയും തോറും ആ ലെയറിന്റെ സൈസ് ഇതാ ഇവിടെ സൈസ് 501 MB നിന്ന് 205 MB ആയി മാറുകയാണ്. F16 എന്നുള്ളത് Q6 അതുപോലെ Q4ലേക്ക് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ലെയേഴ്സുകൾ 4-bit കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, 4-bit പ്രിസിഷനിലേക്ക്. ബേസിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 6ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ 16-bit ബേസിക്കലി 60 P60 എന്ന് പറയുന്ന 40.16 പ്രിസിഷനിൽ നിന്ന് ഇവിടെ ബേസിക്കലി 4-bit പ്രിസിഷനിലേക്കുള്ള കൺവേർഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ ലെയറുകളുടെ സൈസ് വളരെയധികം റിഡ്യൂസ് ചെയ്യുന്ന കാണാം. ഈ ലെയേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത പല ലെയേഴ്സുകളും. അതായത് ഓരോ ബ്ലോക്കുകളാണ്. ബ്ലോക്ക് 0 ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് നോർമലൈസേഷൻ, അറ്റൻഷൻ ലെയർ, അറ്റൻഷൻ ഔട്ട്പുട്ട്, അറ്റൻഷൻ ക്യൂ, വി, നോർമലൈസേഷൻ ലെയർ, ഫീഡ് ഫോർവേഡ് ഡൗൺ പ്രൊജക്ഷൻ ലെയർ, ഗേറ്റ്. ഈ ലെയേഴ്സുകളൊക്കെ നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഇതിൽ ഏകദേശം 147 ലെയേഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൺവേർഷനിൽ. അതിനുശേഷം നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു ലെയർ എന്ന് പറയുന്നത് നമ്മൾ GPU യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിനാണ്. ഈ സ്ക്രിപ്റ്റ് തൽക്കാലം ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ബേസിക്കലി ഈ പറഞ്ഞത് ഇവിടെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കമന്റ് ഔട്ട് ചെയ്തത് ഇത് നമ്മൾ ഇവിടെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്ച്വലി റൺ ചെയ്യാം.
GPU-ൽ. അപ്പോൾ അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കും അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം CPU-ൽ ഇത് ചെയ്യുന്നത്. ഇനി ഈ ക്വാണ്ടിറ്റൈസ് ചെയ്ത മോഡലിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റൈസ് ചെയ്തു. അപ്പോൾ ക്വാണ്ടിറ്റൈസ് ചെയ്ത മോഡലിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 770 MB ഉള്ളൂ. ഒറിജിനൽ സൈസ് 2 GB നമ്മൾ 770 MB ആക്കി. ഇത് നമുക്ക് ഈവൻ നമ്മുടെ മൊബൈലിൽ അടക്കം റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈവൻ മൊബൈലിൽ പോലും അത് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം എന്ത് ചെയ്യേണ്ടോ വീഡിയോ. അപ്പം നമുക്കിത് റൺ ചെയ്യാണ് ഇവിടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഹു ഇസ് നന്ദകിഷോർ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇതിവിടെ റൺ ചെയ്യാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോക്കറ്റ് പാൽ എന്ന് പറഞ്ഞിട്ടില്ല, അഥവാ നമുക്ക് ഇവിടെ ഒരു ആഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആപ്പാണ്. iOS ഉണ്ടോ എന്ന് അറിയില്ല. പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. കോൾഡ് പോക്കറ്റ് പാൽ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഈ GGO ഫയൽ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് റൺ ചെയ്യാവുന്നതുമാണ്. സോ ഇവിടെ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കിട്ടി. നന്ദകിഷോർ is the CEO of Convener. He is hailing from Kasaragod. His company is in Kerala, Startup Mission Office. His company is focusing on building multimodal generative AI and healthcare. Company is receiving funding from prominent investors like Convener itself. അവിടെ ഹാലുസിനേഷൻ വന്നു. ലൈക്ക് ഹിസ് കമ്പനി is focusing on building strong network users. കുറേയൊക്കെ ഹാലുസിനേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ മിനിമൈസ് ചെയ്യാം നോക്കാം. അതിനാണ് റാഗ് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കാണാം. സോ എന്താണ് റാഗ്? നമ്മുടെ ലാർജ് ലാംഗ്വേജ് മോഡലിൽ കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ ഡാറ്റ സെറ്റ് ഉണ്ട്. അപ്പൊ ഒന്ന് ഡാറ്റ സെറ്റിലേക്ക് പോകും. എന്നിട്ട് ഡാറ്റ സെറ്റിൽ നിന്ന് റിട്രീവ് ചെയ്ത നോളജ് തിരിച്ച് LLM-ലേക്ക് തന്നെ വരും. ഒറിജിനൽ ക്വസ്റ്റ്യനും വരും. ഒരു ക്വസ്റ്റ്യൻ ഹൗ ഡു ഐ ഡു എക്സ്, ഫോർ എക്സാമ്പിൾ ഹു ഇസ് നന്ദകിഷോർ, അല്ലെങ്കിൽ ഹൗ ഡു ഐ ഇൻസ്റ്റാൾ നദി. ഇത് രണ്ട് രീതിയിൽ പോകും. ഒന്ന് ഈ പറഞ്ഞ നമ്മുടെ ഡാറ്റ സെറ്റ്, നമ്മുടെ ഏത് ഡാറ്റ സെറ്റാണ് യൂസ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്യാൻ അതിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ കസ്റ്റം PDF ഡോക്യുമെന്റോ എക്സലോ CSVയോ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് തന്നെ വിചാരിക്കാം. PostgreSQL അല്ലെങ്കിൽ SQL ബേസ്ഡ് ആയിട്ടുള്ള DynamoDBയോ ബേസിക്കലി NoSQL ബേസ്ഡ് ആയിട്ടുള്ള DynamoDB അല്ലെങ്കിൽ MongoDB ഒക്കെ അതിലേക്കൊക്കെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നു. എന്നിട്ട് LLM-ആയിട്ട് കമ്പൈൻ ചെയ്ത് അതിന്റെ ജനറേഷൻ ഓഗ്മെന്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നു. സോ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് നമ്മുടെ എംബഡിംഗ് മെഷീൻ, അതായത് ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ് അതിനെ ഒരു സ്പ്ലിറ്റ് ചെയ്യും. വലിയ ഡോക്യുമെന്റ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ലോഡ് ചെയ്ത് വെക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനാണ് എംബഡിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. എംബഡിംഗ് മോഡലാണ് യൂസ് ചെയ്യുക. അപ്പൊ എംബഡിംഗ് മോഡൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് നമ്മുടെ ലാർജ് ലാംഗ്വേജ് മോഡലുമായിട്ട്. സോ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ChatGPT ഒക്കെ ആണെങ്കിൽ ഒരു ഡീകോഡർ ഓൺലി ആർക്കിടെക്ചർ ആണ്. അപ്പൊ ഇതിന്റെ എൻകോഡർ പാർട്ടാണ് ബേസിക്കലി എംബഡിംഗ് ആയിട്ട് പലപ്പോഴും ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഡിഫറെന്റ് മോഡൽ അപ്പോൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് എയ്ഡ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം ഈ എംബഡിംഗ് മോഡൽ യൂസ് ചെയ്ത് നമ്മൾ എംബഡിംഗ് വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഇതേപോലെ എംബഡിംഗ് മോഡൽ വഴി ബേസിക്കലി വെക്ടേഴ്സ് ഒക്കെ കൺവേർട്ട് ചെയ്ത് ക്ലോസ്നെസ് ക്വയറി നടത്തും. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനും ഈ പറഞ്ഞ ഓൾറെഡി ഉള്ള വെക്ടറിലുള്ള ഡാറ്റയും തമ്മിലുള്ള ഒരു ക്ലോസ്നെസ് ക്വയറി നടത്തി നമുക്ക് റിട്രീവ് ചെയ്യും റിസൾട്ട്. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അത് ഔട്ട്പുട്ട് ആയിട്ട് ആൻസർ ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. സിംപ്ലി സ്പീക്കിംഗ് നമ്മുടെ ക്വയറി രണ്ടായി സ്പ്ലിറ്റ് ആവുകയാണ്. എംബഡിംഗ് മോഡൽ വഴി വെക്ടർ ടൈപ്പിൽ ക്വയറി ചെയ്യുന്നു, ക്ലോസ്നെസ് നോക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു, LLM-ആയി കമ്പൈൻ ചെയ്യുന്നു, ഓഗ്മെന്റ് ചെയ്യുന്നു റിസൾട്ട്, ആൻഡ് വിൽ ഗെറ്റ് റിസൾട്ട് ഔട്ട്പുട്ട്, ഫൈനൽ റിസൾട്ട്. അപ്പൊ നമ്മുടെ LLM-ന്റെ റിസൾട്ടിനെ ഓഗ്മെന്റ് ചെയ്യാണ്, റിട്രീവ് ചെയ്യാം. ഏത് നമ്മുടെ PDF-ഓ എക്സലോ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു PDF ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഓർ മേ ബി സം P&L പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെയോ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഡോക്യുമെന്റ് കസ്റ്റമർ റെസ്പോൺസ് ഡോക്യുമെന്റോ അങ്ങനെ എന്തെങ്കിലും, അത് നിങ്ങളുടെ കയ്യിൽ ഏതൊരു ഫോമാറ്റിലാണ് ഉള്ളത്, PDF-ലോ എക്സലിലോ മേ ബി ഡാറ്റാബേസിലായിരിക്കും, വേറൊരു ഡാറ്റാബേസിൽ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ
എംബഡിങ് മോഡൽ യൂസ് ചെയ്ത് ഒരു വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു, മീൻസ് വെക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് അത് വെക്ടർ DBയിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്യുന്ന റിസൾട്ട് LLM-ആയിട്ട് ഇത് കമ്പൈൻ ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. സോ ലാമ CPP പൈത്തൺ ഇവിടെ ഇൻസ്റ്റലേഷൻ ആവശ്യമില്ല. ബാക്കിയുള്ള ലൈബ്രറീസ് LangChain, അതുപോലെ തന്നെ ChromaDB, ഇതാണ് വെക്ടർ ഡാറ്റാബേസ്. ദിസ് ഇസ് വെക്ടർ ഡാറ്റാബേസ്. ഇത് അത് റൺ ചെയ്യാൻ, അതായത് ഈ LangChain എന്ന് പറയുന്നത് ബേസിക്കലി വെക്ടർ DB അല്ലെങ്കിൽ RAG റൺ ചെയ്യേണ്ട ലൈബ്രറിയാണ്. സോ ലൈബ്രറി ഫോർ RAG. അപ്പൊ ഇത് അതിന്റെ തന്നെ LangChain കമ്മ്യൂണിറ്റി അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. പിന്നെ സെന്റൻസ് ട്രാൻസ്ഫോമേഴ്സ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ എംബഡിങ് മോഡലുകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ട്രാൻസ്ഫോമേഴ്സിന്റെ ടോക്കണൈസേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈബ്രറിയാണ്. സോ സെന്റൻസ് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. സോ അതൊരു സപ്പോർട്ടിംഗ് ലൈബ്രറിയാണ് സെന്റൻസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെന്റൻസ് ട്രാൻസ്ഫോമേഴ്സിന്റെ ഓൾമിനി LM L6V2 എന്ന് പറഞ്ഞിട്ടുള്ള എംബഡിങ് മോഡലാണ്. ഓക്കെ, ഇനി നമുക്കിത് എംബഡിങ് മോഡൽ ലോഡ് ചെയ്യാം. ഇതാണ് എംബഡിങ് മോഡൽ. എംബഡിങ് മോഡൽ എല്ലാവരും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഡിഫറൻസ് ഉണ്ട്. എംബഡിങ് മോഡൽ ബേസിക്കലി ആ പറഞ്ഞ എംബഡിങ് ലെയേഴ്സ് അല്ലെങ്കിൽ എംബഡിങ് വെക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ബേസിക്കലി നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ബിക്കോസ് വി നീഡ് ദിസ്. ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ ഇത് ഡയറക്റ്റ് ഓർഡർ ആണ്. നമ്മൾ ഈ ഡാറ്റ സെറ്റ് നമ്മുടെ ഔട്ട്പുട്ട് .csv ഡാറ്റയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഓഗ്മെന്റേഷൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു mkdir, അതിനുശേഷം കോപ്പി ചെയ്യുന്നു ഈ ഔട്ട്പുട്ട് .csv ഡാറ്റയിലേക്ക്. എന്നിട്ട് നമുക്കിതിവിടെ ലോഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്നും വേണമെങ്കിൽ ഇവിടെ റൺ ചെയ്ത് നോക്കാം. സോ ഇതിന്റെ ഡാറ്റ എന്താണെന്നുള്ളത് ബേസിക്കലി നമ്മുടെ ഡാറ്റ തന്നെയാണ് മുഴുവൻ. അതിനുശേഷം നമ്മൾ വെക്ടർ സ്റ്റോർ, ബേസിക്കലി വെക്ടർ ഡാറ്റാബേസസ് ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ വെക്ടർ സ്റ്റോറിൽ നമ്മുടെ ഡോക്യുമെന്റും എംബഡിങ് മോഡലും വെക്ടർ സ്റ്റോറിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി കുറച്ച് ഇമ്പോർട്ട്സുകളാണ്. ഇമ്പോർട്ട് ശേഷം നമ്മൾ ഇവിടെ കോൾ മാനേജർ ഡിഫൈൻ ചെയ്യുന്നത് സ്ട്രീമിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മുടെ ലാമ CPP വെച്ച് നമ്മുടെ മോഡൽ ലോഡ് ചെയ്യാണ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതാണ് ലാമ CPP വഴി ലോഡ് ചെയ്യുന്നു, ഇൻപുട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നു, ആൻഡ് വി വിൽ ഗെറ്റ് ദ റെസ്പോൺസ്. ഈ മാക്സ് ടോക്കൺ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ടോക്കൺ ഔട്ട്പുട്ട് വേണം. ഇപ്പോൾ 200 മാറ്റി നമുക്ക് വലിയ നമ്പർ കൊടുക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്യുറസി ആണ്. അതായത് ടെമ്പറേച്ചർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആവും, പക്ഷെ ആക്യുറസി കുറയും. 0 ആണ് സെറ്റ് ചെയ്യുക. അത് നമുക്ക് ഫ്ലോട്ടിംഗ് പോലെ അധികം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഫ്ലോട്ടാണ്. 0.1 0.2 ഒക്കെയാണ്. എറർ വരികയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൂസ് നന്ദകിഷോർ. അപ്പം നമ്മുടെ ഡാറ്റയിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി മെയിൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വി ആർ ആസ്കിങ് സം ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഹൂസ് നന്ദകിഷോർ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിങ്ങനെ സ്ട്രീം ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. നമുക്ക് അതിനെ ഫൈനൽ റെസ്പോൺസ് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ. RAG കുറച്ച് കമ്പ്യൂട്ടേഷനലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ സിസ്റ്റം റാം ഒക്കെ ഹൈ ആവും വൺസ് വലിയ ഡോക്യുമെന്റ് ഒക്കെ എത്തുമ്പോൾ. സോ ഇവിടെ നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിനെ കൂടെ തന്നെ വേണ്ടാത്ത കുറേ ആൻസേഴ്സും വരുന്നത് നമുക്കത് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് കളയാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് പോസ്റ്റ് പ്രോസസ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പൈത്തൺ വെച്ച് പോസ്റ്റ് പ്രോസസ് ചെയ്ത് റിമൂവ് ചെയ്യാം.
ഓക്കെ. ഇനി നമുക്കിത് ഫൈനൽ റെസ്പോൺസ് നമുക്ക് ഈ ആദ്യത്തെ ഈ ഒരു പാർട്ടേ വേണ്ടു. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഫസ്റ്റ് ലൈനേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും അത് തന്നെയാണ് വേണ്ടത്. നമ്മളിവിടെ ഫൈനൽ റെസ്പോൺസ് നമുക്കൊന്ന് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഇവിടെ കുറച്ച് പോസ്റ്റ് പ്രോസസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടും. So Nanda Kishore, the CEO of Conveyor, she is hailing from Kasaragod. His company is in Kerala Startup Mission. Company is focusing on multiple generative AI. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ക്വാണ്ടൈസ് ചെയ്ത മോഡൽ റൺ ചെയ്ത സമയത്ത് നമ്മൾ ഇൻപുട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, ലാമ മോഡൽ ലോഡ് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഔട്ട്പുട്ട് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ഒരുപാട് ഹാലൂസിനേഷൻ നമുക്ക് കാണാൻ പറ്റി. സോ ഇവിടെ കുഴപ്പമില്ലാതെ നമുക്കൊരു റിസൾട്ട് കിട്ടും, പക്ഷെ എപ്പോഴും നമുക്ക് ഇതൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല പലപ്പോഴും. സോ ഹാലൂസിനേഷൻ ഒരു വലിയൊരു പ്രോബ്ലം ആണ്. ചെറിയ രീതിയിൽ വേരിയേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ട് റെസ്പോൺസ് കിട്ടാം. അപ്പം അത് മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഡാറ്റ സെറ്റ് മാത്രമല്ല, നമ്മൾ ട്രെയിൻ ചെയ്ത ഡാറ്റ സെറ്റ് എല്ലാം യൂഷ്വലി യൂസ് ചെയ്യാം. അതർ ഡോക്യുമെന്റ്സ് ഇപ്പം ലൈക്ക് നദീൻ്റെ ഒരു ഫുൾ ഡോക്യുമെന്റേഷൻ നമുക്ക് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാം, PDF അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെന്റ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സ്റ്റേണൽ എംബഡിംഗ് മോഡൽ ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. ആദ്യം നമ്മൾ ലൈബ്രറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ നമ്മൾ ലാമ CPP ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുന്നു. XLSX ടു CSV കൺവേർഷൻ, ഡാറ്റ പ്രിപ്പറേഷൻ, പ്രോംപ്റ്റ് പ്രിപ്പറേഷൻ, ദെൻ മോഡൽ ഡിഫൈൻ ചെയ്യുന്നു. W നമ്മുടെ ഫൈനൽ വെയിറ്റ് ഫയൽ അഡാപ്റ്റർ മോഡൽ സേവ് ചെയ്യേണ്ട ഫോൾഡർ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ അതർ വേരിയബിൾസ്. ദെൻ ഫൈൻ ട്യൂണിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. മോഡൽ ലോഡ് ചെയ്യുന്നു. BNB കോൺഫിഗറേഷൻ, ക്വാണ്ടിസേഷൻ അവെയർ ഫൈൻ ട്യൂണിങ് ആണ്. ആൻഡ് ഫൈൻ ട്യൂണിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. PFT ടാർഗറ്റ് മൊഡ്യൂൾസ്, ഇത്രയും ടാർഗറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻ ട്യൂണിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലോസ് കുറയുന്നു. സേവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനുശേഷം മെർജ് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യുന്നു, ടോക്കണൈസർ സേവ് ചെയ്യുന്നു. ഹഗിങ് ഫേസ് വെച്ച് നമുക്കത് റൺ ചെയ്യാം. ദെൻ ഡിപ്ലോയ്മെന്റ് യൂസിങ് VLLM ആൻഡ് Haystack AI. VLLM വെച്ചിട്ടാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റ്, ദെൻ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നു, ജനറേറ്റർ ഡിഫൈൻ ചെയ്യുന്നു, അത് OpenAI API കമ്പാറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ദെൻ റൺ ചെയ്യുന്നു. അതിനുശേഷം ക്വാണ്ടൈസേഷൻ നമ്മൾ ചെയ്യുന്നു, മോഡലിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാമ CPP ബിൽഡിംഗ്, ദെൻ കൺവേർട്ടിംഗ് ടു GGF ഫോമാറ്റ്. പിന്നെ അതിനെ GGF നിന്ന് നമ്മുടെ 4-bit ക്വാണ്ടൈസേഷൻ ഫോമാറ്റ് കൺവേർട്ട് ചെയ്ത് 600 സംതിങ് ആൻഡ് ഐ തിങ്ക് അറൌണ്ട് 770 MB, 600 അല്ല 770 MB അടുത്ത് നമ്മൾ എടുക്കുന്നു. ദെൻ നമ്മളെ ക്വാണ്ടൈസ് ചെയ്ത മോഡൽ റൺ ചെയ്യുന്നു വിത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് മാറ്റാം. ഓക്കെ, ദെൻ റാഗ് അപ്ലൈ ചെയ്യുന്നു. ലാമ CPP ജസ്റ്റ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ബട്ട് ഇഫ് ലാമ CPP നോട്ട് ഇൻസ്റ്റാൾ ഇത് റൺ ചെയ്യാം. ദെൻ ഒബ്വിയസ്ലി LangChain അതുപോലെയുള്ള ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ChromaDB വിത്ത് ഡാറ്റാബേസ്. ദെൻ എംബഡിംഗ് മോഡൽ ലോഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ സ്പ്ലിറ്റർ ലോഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എംബഡിംഗ് മോഡലാണ് ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യുന്നു. അതിനുശേഷം വെക്ടർ സ്റ്റോറിൽ ഇത് സ്റ്റോർ ചെയ്യുന്നു, ഡാറ്റയും എംബഡിംഗ് മോഡലും. ദെൻ കോൾ ബാക്ക് മാനേജർ ഫോർ സ്ട്രീമിംഗ്, GPU ലെയേഴ്സ്, പിന്നെ അതുപോലെ അതർ ഇൻപോർട്ട്സ്, ലാമ CPP LLM ലോഡ് ചെയ്യുന്നു. ദെൻ സിമിലാരിറ്റി സെർച്ച് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞല്ലോ സിമിലാരിറ്റി ആണ് നമ്മൾ നോക്കുക ഡോക്സിന്റെ. ആ ഡോക്സ് സിമിലാരിറ്റി സെർച്ച് ചെയ്ത ശേഷം നമ്മൾ മെയിൻ റാക്ക് പൈപ്പ് ലൈൻ വഴി LLM ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു, വെക്ടർ സ്റ്റോർ ഡോട്ട് ആസ് റിട്രീവർ. എന്നിട്ട് നമ്മൾ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നു റാക്ക് പൈപ്പ് ലൈൻ യൂസ് ചെയ്ത്, ഈ റാക്ക് പൈപ്പ് ലൈൻ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ റിട്രീവൽ ക്വസ്റ്റ്യൻ ആൻസറിങ് ഫ്രം ചെയിൻ ടൈപ്പ് LLM ഈ LLM ആണ്. ദെൻ ചെയിൻ ടൈപ്പ് സ്റ്റഫ് ആണ്, റിട്രീവർ, വെക്ടർ സ്റ്റോർ ആസ് റിട്രീവർ. നമ്മൾ വെക്ടർ സ്റ്റോർ ആണ്, അതിലാണ് എല്ലാം സേവ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ എംബഡിംഗ് മോഡലും അതുപോലെ ഡാറ്റയും. എന്നിട്ട് നമ്മൾ ഈ റിസൾട്ട് LLMന്റെ ഈ പറഞ്ഞ LLMന്റെ റെസ്പോൺസ് വെക്ടർ സ്റ്റോർ വെച്ച് ഓഗ്മെന്റ് ചെയ്ത് നമുക്ക് ഫൈനൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു. ഇവിടെ ഇതിനൊന്ന് പോസ്റ്റ് പ്രോസസ് ചെയ്യുന്നു ആൻഡ് വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ക്യാൻ ഫൈൻ ട്യൂൺ എ ലാർജ് ലാംഗ്വേജ് മോഡൽ. ആൻഡ് താങ്ക് യു.